നമസ്കാരം. നമ്മുടെ ഇന്ത്യ മുന്നണി എന്ത് ചെയ്യുകയാണ് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു. അവർ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ അതോ മറ്റേതെങ്കിലും വിധമാണോ എന്നറിയാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നു. ആ പ്രശ്നങ്ങളിലൊന്നും ഒരു വിമർശനപരമായ പ്രവർത്തനവുമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നില്ല. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന് മണിപ്പൂർ പ്രശ്നമാണ്. മണിപ്പൂരിൽ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അത് വിശദീകരിക്കുന്നില്ല. അവിടുത്തെ പെൺകുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും വലുത്. അതിന് നരേന്ദ്രമോദി പയറ്റിയ തന്ത്രം എന്തായിരുന്നു? പാർലമെൻറ്റിൽ വിശദീകരണം കൊടുക്കുന്നില്ല, അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിപ്പിക്കത്തക്ക രീതിയിലേക്ക് വരാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടായതിന് ശേഷം സ്ത്രീ സംരക്ഷകൻ ഞാനാണ്, ഞാൻ മാത്രമാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹം നടത്തിയ കുതന്ത്രമായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതും അയാളുടെ സ്ത്രീ സംവരണ ബിൽ. അന്ന് BJPയും അതിൻ്റെ MP ഒക്കെ അതിനെ എതിർത്തിരുന്നിട്ടോ അതേ ബില്ല് യാതൊരു മാറ്റവും കൂടാതെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് സ്ത്രീ സംരക്ഷകൻ എന്ന് പറയുന്ന പ്രതിച്ഛായ ശ്രീ മോഡി കരസ്ഥമാക്കി. എല്ലാവരുടെയും, പാർലമെൻറ്റിലെ എല്ലാവരുടെയും അംഗീകാരം വാങ്ങിക്കൊണ്ടാണ് ആ ബില്ല് പാസ്സായത്. അപ്പോൾ ആരാ സ്ത്രീ സംരക്ഷകൻ? അപ്പോൾ അദ്ദേഹത്തിന് മണിപ്പൂരിലെ പ്രശ്നത്തിൽ നിന്ന് തലയൂരിയോ എന്നുള്ളത് കാലമാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ അതാണ് അത്. ഈ അടുത്ത കാലത്ത് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നു. ഇട്ടവർ തന്നെ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തു, പണം വാങ്ങിക്കൊടുത്തു. അങ്ങനെ പരീക്ഷയെ അവർ അട്ടിമറിച്ചു. അപ്പം അങ്ങനെ പണം കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങിയവർ ഡോക്ടർമാരായാൽ എൻജിനീയർമാരായാൽ ഉണ്ടാകുന്നൊരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാദ്യമായിട്ടാണ് എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. ആദ്യമായിട്ടാണെന്ന് തന്നെ വിചാരിച്ചോളൂ. എങ്കിലും അങ്ങനെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് നടന്നില്ലേ? എന്നിട്ട് ഇന്ത്യ മുന്നണി എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? ഇങ്ങനെ പിൻവാങ്ങി നിൽക്കുകയാണ്. എന്ത് ചെയ്യേണ്ടു എന്നിങ്ങനെ പിൻവാങ്ങി നിൽക്കുകയാണ്. അന്യരാജ്യത്തിരുന്നു കൊണ്ട് ഒരു പയ്യൻ ഒരു ചീഫ് ജസ്റ്റിസ് ജൻസി കൂട്ടത്തെ പാറ്റകളെന്ന് വിളിച്ചപ്പോൾ അതിന് അമർഷം പൂണ്ട് ഒരു പോസ്റ്റ് ഇട്ടതാണ് യഥാർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി. ആ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ. പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഘടനാ വൈഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒരു സമരം നടത്തി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായൊരു സമരം. ആ സമരത്തിൽ ഇന്ത്യ മുന്നണിയുടെ പങ്കെന്തായിരുന്നു? അവർ വിജയിച്ചു. ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികൾ പറഞ്ഞു പരത്തുന്നത് അതിൽ ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷികൾ പങ്കെടുത്തിരുന്നുവെങ്കിൽ രാഷ്ട്രീയമായി കണ്ട് ആ സമരത്തെ പരാജയപ്പെടുത്തുമായിരുന്നു. ഇല്ല, ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കുകയില്ല. അതെങ്ങനെയാണ്? ഇത്രയും വൃത്തികെട്ട, ഇത്രയും ഹീനമായ ഒരു പരീക്ഷ കച്ചവടം നടന്നിട്ടും അതിനെതിരെ പ്രതികരിച്ച കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് വരാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അവർ സമരം നടത്തി. അവരെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ആലോചിച്ചതിന് ശേഷമാണ് അവിടേക്ക് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഇന്ത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികളെ തന്നത്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാജ്യത്ത് ഒരു കൂട്ടക്കുഴപ്പമുണ്ടായപ്പോൾ ആ കുഴപ്പത്തിൽ നേതൃത്വപരമായൊരു പങ്ക് വഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് സെപ്പറേറ്റായിട്ട് സമരം നടത്താമായിരുന്നല്ലോ. ജൻസിയോട് കൂടണ്ട. എന്തുകൊണ്ടവരെ ചെയ്തില്ല? അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത എന്താ? അയോധ്യയിലെ ഒരു കൊള്ള. ഇവിടെ ശബരിമലയിലെ ഒരു കൊള്ളയെ
എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്നറിയാമല്ലോ. ബി ജെ പി ശരി മതിയായി ഈ ശബരിമല കൊള്ളക്കാരെ എന്നാണ്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരാൻ അയോധ്യയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞോ? 1-2 രൂപയല്ല, കോടിക്കണക്കിന് രൂപയാണ് അവർ കട്ടെടുത്തത്. ആ കള്ളന്മാരെല്ലാം ആ അമ്പലത്തിൻ്റെ പ്രവർത്തകരാണ്. ആരാണ് അമ്പലം ഉണ്ടാക്കിയതെന്നും ആരാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെന്നും എല്ലാവർക്കും അറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവർക്ക് പാർലമെൻറ്റിൽ എല്ലാ അംഗങ്ങളും കൂടി കുത്തിയിരുന്നെങ്കിലും സമരം ചെയ്തുകൂടെ? ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം, ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് എന്തുകൊണ്ട് അവർ ആവശ്യപ്പെട്ടില്ല? എന്തുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയത്? ഇതൊക്കെ വളരെ ദുഃഖത്തോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നെ ചർച്ചയിൽ നിന്ന് വ്യതിചലിക്കാൻ ഉടനെ തന്നെ അവരൊരു പരിപാടി കൊണ്ടുവന്നു. അതെല്ലാവർക്കും അറിയാം. വന്ദേമാതരം. വന്ദേമാതരം ഒരു ദേശീയ ഗാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഒരു രാജ്യവും ഇതുവരെ 2 ദേശീയ ഗാനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ രാജ്യത്ത് വന്ദേമാതരം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് മുഴുവൻ പാടണം എന്നൊക്കെ നിർബന്ധിക്കുന്നൊരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി. അത് പാടാത്തവരെയെല്ലാം രാജ്യദ്രോഹികളാക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴും മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ദുഷ്ടമായ ഒരു നയമാണ് യഥാർത്ഥ ഇന്ത്യ മുന്നണി നടത്തിയത്. എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ ഉദ്ദേശം? അത് വ്യക്തമാണ്. നീറ്റ് പരീക്ഷ ക്രമക്കേട്, അതുപോലെ തന്നെ അയോധ്യ കൊള്ള, ഇതൊന്നും പുറത്തേക്ക് വരരുത്, ഇതൊന്നും ചർച്ചയാവരുത്. അപ്പോൾ അതിൻ്റെ ചർച്ചയാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടി നടത്തിയപ്പോൾ അതിൻ്റെ ഇരകളായി തീർന്നു. അവരും പോവുകയാണ് ചർച്ചയുടെ പുറകെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണി അതിൻ്റെ നിഷ്ക്രിയത്വം തീർച്ചയായും അവസാനിപ്പിക്കണം. അതിന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. എത്രയോ പാർട്ടികൾ, എത്രയോ വ്യക്തികൾ പിന്നെ ഈ നരേന്ദ്രമോദിയെയും BJPയെയും എതിർക്കുന്നവരായിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ഒരു കാര്യം ചെയ്യാം, അവരെ സമാഹരിക്കാൻ കഴിഞ്ഞുമോ? നമ്മുടെ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകർ എത്ര ശക്തിയായിട്ടാണ് വിമർശിക്കുന്നത്. അദ്ദേഹത്തെ ഇവർക്ക് കൂട്ടിയിരുത്തി ആലോചിക്കാൻ കഴിഞ്ഞോ? അങ്ങനെ എത്രയോ വ്യക്തികൾ, എത്രയോ അധികം പ്രസ്ഥാനങ്ങൾ അവരെല്ലാം ഉണ്ട്. അവരെയൊക്കെ കണ്ടെത്തി അവരെ കൂട്ടിയോജിപ്പിച്ച് ഈ ദുർഭരണത്തിനെതിരായിട്ട് വരണ്ടേ? വരുന്നില്ല എന്നതാണ് സത്യം. ആരോട് നമ്മൾ പറയാൻ എൻ്റെ പരാതി പറയാൻ ആരുമില്ല. ജനങ്ങൾ തന്നെ സ്വയം സംഘടിച്ച് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്കാണ് ഇന്ത്യ മുന്നണി ഇന്ത്യയിലെ ജനങ്ങളെ നയിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല. എവിടെയൊക്കെ അനീതി കാണുന്നുവോ, എവിടെയെല്ലാം കുഴപ്പങ്ങൾ കാണുന്നുവോ അതെടുത്ത് പറഞ്ഞ് അതിനെ വിമർശിച്ച് ശരിയായ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കേണ്ട കടമയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക്, അതല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്കുള്ളത്. അതുണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഒരാലോചന നടക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.